ഈ ബന്ധം പലപ്പോഴും പലരും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സഹോദരങ്ങളുമായിട്ടും മാതാപിതാക്കളുമായിട്ടൊക്കെ ഉള്ള ബന്ധം ഭയങ്കര പ്രശ്നത്തിലാകുന്നത് കാണാം. കാരണം കല്യാണം കഴിച്ചു കഴിയുമ്പോൾ ഭാര്യ ആയിട്ടല്ലെങ്കിൽ മിക്കവാറും ഭാര്യയുമായിട്ടാണ് ഭർത്താവിന് ഭയങ്കര വലിയ ബന്ധമുള്ളതായിട്ട് തോന്നുന്നത്. ഭാര്യയായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുകയാണ്, സത്യത്തിൽ ഭാര്യയുടെ അടിമയാകുകയാണ്. ഒരു പുരുഷൻ ഭാര്യയുടെ അടിമയാകുമ്പോഴാണ് അതുവരെയുള്ള സഹോദരങ്ങൾ, മാതാപിതാക്കൾ ഇവരെയൊക്കെ അങ്ങോട്ട് അവരുമായിട്ടൊന്നും ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഈ ഭാര്യയുടെ നിയന്ത്രണത്തിൽ, കൺട്രോളിലായി പോകുന്നു. മിക്കവാറും അതിൻ്റെ റീസൺ സെക്സാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അതിന് വേറെ യാതൊരു താല്പര്യവും ഉണ്ടാകത്തില്ല. ഒരു സെക്ഷുവാലിറ്റിയുടെ വിക്റ്റിമായി പോവുകയാണ് പുരുഷൻ. അതുകൊണ്ട് സഹോദരങ്ങൾ, മാതാപിതാക്കൾ ഇവരെല്ലാവരും വന്ന് സഹകരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അസ്വസ്ഥനാകുകയാണ്. നേരത്തെയും ബന്ധമില്ലായിരുന്നു. സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടെങ്കിൽ, സഹോദരങ്ങളും മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി ആരെ കല്യാണം കഴിച്ചാലും ആ ബന്ധത്തിന് യാതൊരു കുഴപ്പമുണ്ടാകില്ല. ബന്ധത്തിന് ഒരിക്കലും കുഴപ്പമുണ്ടാകില്ല. ഈ ബന്ധം എന്താണെന്ന് ആരും അറിയുന്നില്ല. ബന്ധം അറിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഭാര്യയുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാരണം ശാരീരികമായിട്ടൊരു സുഖം കിട്ടിയതിൻ്റെ പേരിലാണ് ഭാര്യയുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നത്. അത് ഒരു ഇടക്കാല അനുഭവം മാത്രമായിരിക്കും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അത് വേറൊരു ലെവലിലേക്ക് എങ്ങനെ കുട്ടികളൊക്കെ ഉത്തരവാദിത്വം അതും ഇതൊക്കെ വരുന്നത് കൊണ്ട് അതങ്ങനെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്നതല്ലാതെ യാഥാർത്ഥ്യത്തിലോട്ട് ഒരിക്കലും അടുക്കുന്നില്ല. ബന്ധമെന്ന് പറയുന്നത് അനശ്വരമാണ്. അത് ആരുമായിട്ടുണ്ടോ അത് അവരെ എന്നും അത് നിലനിൽക്കുന്നതാണ്. അത് പോകത്തില്ല ഒരിക്കലും. അതാണ് ബന്ധം. ആ ബന്ധം നമ്മുടെ ജീവിതത്തിൻ്റെ സർവ്വസാധ്യതയും തുറന്നു കാണിക്കുന്ന, അതൊരിക്കലും നൈമിഷികമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് കാരണമാകത്തില്ല, ഒരിക്കലും ആകത്തില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഈ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ പേരിൽ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ബന്ധത്തിൻ്റെ കാരണമാകത്തില്ല, ആക്കുകയും ചെയ്യരുത്. അവിടെ സത്യസന്ധതയായിരിക്കണം പരസ്പരമുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനം. അങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരുമായിട്ടുള്ള സഹോദരങ്ങളും മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിന് യാതൊരു കുഴപ്പവും കല്യാണം കഴിച്ചാലും ഉണ്ടാകില്ല. കല്യാണം കഴിച്ചതിന് ശേഷം സ്വഭാവത്തിൽ മാറ്റം ഉണ്ടെങ്കിൽ പണി 8ൻ്റെത് പാലും വെള്ളത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും, ഒരു സംശയം വേണ്ട.